DGPക്ക് സർക്കാർ അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നു. രണ്ട് പ്രമുഖ RSS നേതാക്കളുമായി ADGP നടത്തിയ കൂടിക്കാഴ്ചയെക്കുറിച്ചാണ് അന്വേഷണം. മുന്നണി യോഗത്തിൽ മുഖ്യമന്ത്രി അന്വേഷണമെന്ന് പറഞ്ഞെങ്കിലും ഉത്തരവിറക്കിയിരുന്നില്ല. തുടർന്ന് CPI അടക്കം വലിയ എതിർപ്പുമായി രംഗത്ത് വന്ന പശ്ചാത്തലമുണ്ടായിരുന്നു. ADGPക്കൊപ്പം ഈ നേതാക്കളെ കണ്ടവരുടെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തും. ശ്രീ കെ അനിൽകുമാർ ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ കെ അനിൽകുമാർ, ഏറ്റവും കൂടുതൽ ഉത്തരവിറങ്ങിയിരിക്കുന്നു അന്വേഷണവുമായി ബന്ധപ്പെട്ട്. ഈ കൂടിക്കാഴ്ചയിൽ ഒരു ദുരൂഹത സംശയിക്കുന്നുണ്ട് അല്ലേ സർക്കാർ? RSS നമ്മുടെ രാജ്യത്ത് മറ്റു സംഘടനകൾ നിരോധിച്ച മാനദണ്ഡം നോക്കിയാൽ നിരോധിക്കപ്പെടേണ്ട സംഘടനയാണ്. അവര് പൊതുമണ്ഡലത്തിൽ അസ്വീകാര്യരാണ് എന്ന എല്ലാവരുടെയും അഭിപ്രായം, അല്ലെങ്കിൽ പൊതുമണ്ഡലത്തിന്റെ അഭിപ്രായം പങ്കിടുന്ന ഒരു മുന്നണിയാണ് LDF, CPM പ്രത്യേകിച്ചും. അതിന്റെ ഭരണകാലത്ത് ADGP ആയിട്ടിരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ പോയി RSS നേതാക്കന്മാരുടെ തിണ്ണു നിറങ്ങാൻ പോകുന്നത് ഗുണകരമായ കാര്യമല്ല, സ്വീകാര്യമായ കാര്യമല്ല എന്ന കാര്യത്തിൽ CPM-ന് വ്യക്തമായ നിലപാടുണ്ട്. പാർട്ടി സെക്രട്ടറി ഇത് വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ നമ്മുടെ രാജ്യത്തെ ഇന്നത്തെ സാഹചര്യത്തിൽ അത് നിയമപരമായി എത്രത്തോളം പിശകാണ് എന്ന കാര്യത്തെക്കുറിച്ച് പരിശോധന വേണം. ആ കൂടിക്കാഴ്ചയിലെ നിയമവിരുദ്ധമായ കാര്യങ്ങളെക്കുറിച്ച് പരിശോധിക്കാൻ തന്നെയാണ് സർക്കാർ തീരുമാനിച്ചത്. മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ അത് അന്വേഷണ വിധേയമാണ് പറഞ്ഞിട്ടുണ്ട്. അതിന് നടപടിക്രമങ്ങളുടെ ഭാഗമായി അന്വേഷണത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇപ്പൊ മൂന്നാമത്തെ അന്വേഷണമാണ് ADGP-യുമായി ബന്ധപ്പെട്ട് വരിക. ഒന്നൊരു വിജിലൻസ് അന്വേഷണം നടക്കുന്നു, രണ്ട് DGP-യുമായി ബന്ധപ്പെട്ട ഒരു സംഘം തന്നെ അൻവർ ഉന്നയിച്ച കാര്യങ്ങളിൽ അന്വേഷിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട മൂന്നാമത്തെ അന്വേഷണം വന്നിരിക്കുന്നു. ഈ അന്വേഷണങ്ങളിലൂടെയെല്ലാം കൃത്യമായ നിലപാടിലേക്ക് എത്തിക്കുകയും അതിന്റെ ഭാഗമായ നടപടികളിലേക്ക് കൊണ്ടുപോവുകയുമാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്ന് വ്യക്തമാണ്. മുഖ്യമന്ത്രി ഇത് തുറന്നു തന്നെ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഈ മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ശ്രീ അനിൽകുമാർ, മുഖ്യമന്ത്രിയുടെ ദൂതനായാണ് ഈ ADGP RS നേതാക്കളെ കണ്ടതെന്നാണ് പ്രതിപക്ഷം ആരോപിച്ചിരുന്നത്. പക്ഷെ അതിന് മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ മറുപടി നൽകി, തനിക്ക് അങ്ങനെ ഒരു ദൂതുമായി ആരെയും വിടുന്ന തനിക്ക് പാരമ്പര്യമില്ല എന്ന്. അതല്ലെങ്കിൽ എന്താണ് CPM സംശയിക്കുന്നത് ഇത്തരമൊരു കൂടിക്കാഴ്ചയിൽ? അല്ല, CPM-നെ സംബന്ധിച്ചിടത്തോളം ആ കൂടിക്കാഴ്ചയെ കുറിച്ച് അന്വേഷിക്കുകയോ നിലപാട് സ്വീകരിക്കുകയോ ചെയ്തിട്ടില്ല. പക്ഷെ 10 കൊല്ലമായി ഇന്ത്യ ഭരിക്കുന്ന BJP-യുടെ മാതൃസംഘടനയാണ് RSS. സുപ്രീം കോടതി ജഡ്ജിമാരെ അടക്കം പാട്ടിലാക്കുന്ന പരിപാടിയാണ് RSS ചെയ്തുകൊണ്ടിരിക്കുന്നത്. സൈന്യത്തിലെ തലവന്മാരെ അടക്കം തങ്ങളുടെ ഭാഗമാക്കാനുള്ള തന്ത്രങ്ങളാണ് RSS ചെയ്യുന്നത്. അത് ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുമ്പോൾ അതിന്റെ ഭാഗമായി IAS IPS കേഡർമാരിലെ ഉദ്യോഗസ്ഥന്മാർ RSS-കാരെ ബന്ധപ്പെടുന്നതും RSS-കാർ തിരിച്ചുവരെ ബന്ധപ്പെടുന്നതുമെല്ലാം നടക്കുന്ന വർഗീയവൽക്കരണ പ്രക്രിയയാണ്. ഇതിനോട് കലഹിക്കാൻ ഇന്ത്യ രാജ്യത്ത് പരിമിതമായ ശക്തി മാത്രമുള്ള ഒരു ഇടതുപക്ഷ ഗവൺമെന്റ് മാത്രമേ ഉള്ളൂ. മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഈ കലഹമില്ല. അങ്ങനെ കലഹിച്ച് നിൽക്കുമ്പോൾ തന്നെ ഇവിടുത്തെ ADGP അത്തരമൊരു നിലപാടിലേക്ക് പോയിട്ട് RSS-ന്റെ ഏതെങ്കിലും പിന്തുണയോടുകൂടിയുള്ള ഏതെങ്കിലും സ്ഥാനമാനങ്ങൾ നേടാൻ പോയിട്ടുണ്ടെങ്കിൽ അതൊന്നും അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. താങ്കളെ സംബന്ധിച്ചിടത്തോളം ADGP സംശയ നിഴലിലാണ്. അങ്ങനല്ല, ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി എന്തിനാണ് ആ നിലയ്ക്ക് പോയതെന്നുള്ളത് വ്യക്തമാക്കപ്പെടണം. അത് അന്വേഷണത്തിലൂടെ വ്യക്തമാക്കപ്പെടും. അത് പൊതുമണ്ഡലത്തിൽ കൊണ്ടുവരും. അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശരി ശരി, ഏതായാലും അന്വേഷണത്തിലൂടെ അത് വ്യക്തമാകുമെന്നാണ്. പക്ഷെ അനിൽകുമാർ, ഇവിടെ കോൺഗ്രസ് ആവശ്യപ്പെടുന്നത് ജുഡീഷ്യൽ അന്വേഷണമാണ്. മുഖ്യമന്ത്രി പ്രതിയായ സംഭവമാണെന്നാണ് അവർ പറയുന്നത്. മുഖ്യമന്ത്രിയാണ് ഈ കൂടിക്കാഴ്ചയ്ക്ക് ബില്ലെന്നാണ് പറയുന്നത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ പോലീസ് അന്വേഷിച്ചാൽ സത്യാവസ്ഥ പുറത്തു വരില്ല എന്നാണ് കോൺഗ്രസ് പറയുന്നത്. അനിൽകുമാർ, മുഖ്യമന്ത്രി കൃത്യമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ടല്ലോ. RSS-യുമായി ദേവരശുമായി കൂടിക്കാഴ്ച നടത്തിയത് രാജീവ് ഗാന്ധിയല്ലേ? അതിന്റെ കഥകൾ പറയണോ? ഇന്ത്യ രാജ്യത്ത് RSS-യുമായി എത്രയോ കാര്യങ്ങളിൽ കോൺഗ്രസുകാർ വിവിധ കാര്യങ്ങൾ പങ്കിടുന്നു. ഗോൾവാക്കറുടെ ചിത്രത്തിന് മുന്നിൽ ദീപം കൊടുക്കാൻ പോയത് RSS-യുമായിട്ടുള്ള ഇടപാടല്ലേ? RSS-ന്റെ ഷാഹിക്ക് കാവൽ നിന്നത് പുകഴ്ത്തി പറയുന്നത് KPC പ്രസിഡന്റല്ലേ? അവരൊക്കെ തന്നെ ഇക്കാര്യങ്ങൾ പറയണം കേട്ടോ. അതുകൊണ്ട് തന്നെ അവരുടെ വാക്കിന് നാട്ടിൽ 4 ആളുടെ മുമ്പിൽ വിലയില്ല എന്ന് ബോധ്യമുള്ളിടത്തോളം കാലം ഇത്തരം കാര്യങ്ങളൊന്നും നമുക്ക് വ്യക്തതയുണ്ട് കാര്യങ്ങളിൽ. ശരി, നന്ദി ശ്രീ അനിൽകുമാർ. ഏതായാലും ADGP-ക്കെതിരെ അന്വേഷണം എന്നുള്ളത് ഏറ്റവും പ്രധാനമാണ്. നമുക്കറിയാം അരുണ്, ഈ CPM-ന്റെ ഇപ്പോഴത്തെ അനിൽകുമാറിന്റെയൊക്കെ പ്രതികരണത്തിൽ അവർക്ക് മുഖ്യമന്ത്രി ദൂതനല്ല, പാർട്ടി അറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ സർക്കാർ അറിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോഴും അജിത് കുമാറിന്റെ ആ ഒരു നീക്കത്തെ സംശയത്തോടു കൂടി തന്നെ വേണം കാണാൻ. ഇപ്പോൾ അജിത് കുമാറിനെതിരെ തുടർച്ചയായ അന്വേഷണങ്ങൾ ഉണ്ടാവുകയാണ്. സർക്കാർ പലതലത്തിൽ നിർബന്ധിതമായി ഉത്തരവിറക്കേണ്ടി വരുന്ന സാഹചര്യം ഒരുങ്ങുകയാണ്. അതിനുള്ള ഇങ്ങനെ ഒരു അന്വേഷണങ്ങൾ തുടർച്ചയായി പ്രഖ്യാപിക്കുന്നു. പക്ഷേ മുഖ്യമന്ത്രി വാർത്താ സമ്മേളനത്തിൽ ഈ ഉദ്യോഗസ്ഥർ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല.
മുഖ്യമന്ത്രി ഒരു പരമാവധി സംരക്ഷിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സാഹചര്യം നമ്മൾ അന്ന് കണ്ടതാണ്. അതിനുശേഷമുണ്ടായ മാറ്റം, ഇത്തരം അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചതിനുള്ള സംഭവവികാസങ്ങൾ അതെന്തായിരിക്കാം? ഉത്തരവിറക്കി കഴിഞ്ഞു സർക്കാർ. ADGP അജിത് കുമാറിനെതിരെ അന്വേഷണമുണ്ടാകും. RSS